സപ്ലൈകോ പ്രതിസന്ധി 20 കോടി വീതം നൽകാൻ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം. കടുത്ത എതിർപ്പ്. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകേണ്ട സാമ്പത്തിക ബാധ്യത താൽക്കാലികമായി ഏറ്റെടുക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം. അടിയന്തരമായി 300 കോടി രൂപ കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേരള ബാങ്കിൽ 100 കോടിയിലധികം നിക്ഷേപമുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകളോട് 20 കോടി രൂപ വീതം അടിയന്തരമായി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി സഹകരണ സംഘം രജിസ്ട്രാർ ഞായറാഴ്ച അടിയന്തര ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ പെൻഷൻ കൺസോർഷ്യത്തിലേക്ക് നൽകിയ തുകയുടെ പലിശ പോലും നിലവിൽ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്കുകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതോടെ സാധിക്കുന്നവർ മാത്രം തുക നൽകിയാൽ മതിയെന്ന് അറിയിച്ച് യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. നെല്ല് സംഭരണത്തിനായി നൽകിയ PRS വായ്പ ഇനത്തിൽ 520 കോടി രൂപയാണ് സപ്ലൈകോ കേരള ബാങ്കിന് തിരികെ നൽകാനുള്ളത്. ഇതിന്റെ പലിശ മാത്രം 167 കോടിയോളം വരും. റിസർവ് ബാങ്ക് നിഷ്കർഷിക്കുന്ന മൂലധന പര്യാപ്തത കേരള ബാങ്കിന് നിലനിർത്തണമെങ്കിൽ ഈ മാസം 31-നകം 300 കോടി രൂപയെങ്കിലും തിരികെ ലഭിക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് സപ്ലൈകോയുടെ ബാധ്യത തീർക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ച് പണം കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. കേരള ബാങ്കിൽ 100 കോടിയിലധികം നിക്ഷേപമുള്ള 46 ബാങ്കുകളിൽ നിന്നായി 300 കോടി സമാഹരിച്ച് സപ്ലൈകോയ്ക്ക് കൈമാറുകയും ആ തുക ഉപയോഗിച്ച് സപ്ലൈകോ കേരള ബാങ്കിന്റെ കടം വീട്ടുകയും ചെയ്യുക എന്നതാണ് നിലവിലെ പദ്ധതി. പിന്നീട് സർക്കാർ സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾക്ക് പലിശ സഹിതം ഈ തുക തിരികെ നൽകും. ഇതിനായി സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുമെന്ന് രജിസ്ട്രാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. നിലവിലെ കടം തീർത്താൽ സപ്ലൈകോയ്ക്ക് 1000 കോടി രൂപയെങ്കിലും പുതിയതായി വായ്പ അനുവദിക്കാൻ കേരള ബാങ്കിന് സാധിക്കുമെന്നും അതിൽ നിന്ന് സഹകരണ ബാങ്കുകൾക്ക് പണം തിരികെ നൽകാമെന്നുമാണ് കേരള ബാങ്ക് CEO യോഗത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം നൽകുന്ന തുകയ്ക്ക് എത്രയാണ് പലിശയെന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഭാവിയിൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായാൽ കൺസോർഷ്യത്തിന് നൽകിയ പണം തിരികെ ലഭിക്കുന്ന കാര്യത്തിലും ബാങ്കുകൾക്ക് കടുത്ത ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ നിന്നെങ്കിലും പണം സമാഹരിച്ച് അടിയന്തരമായി പ്രതിസന്ധി പരിഹരിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.